ലെറ്റ്സ് വെൽക്കം നസീർക്ക, പ്രസാദേട്ട, മണിക്കുട്ട. സ്വാഗതം. നമുക്കെന്നാ ആദ്യത്തെ സ്കിറ്റിലേക്ക് കയറിയാലോ? ശ്യാമ, രാജേട്ടൻ, ബിജു പൊഴിയോർ, ഒരു നല്ല കൈയടി. സതീശ, എടാ സതീശ, സതീശ, എടാ സതീശ, എടാ സതീശ, സിന്ധു, എടാ മാമ തേച്ചടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് കുറച്ച് തേക്കണമായിരുന്നു. ബാമ തേച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ബാമ തേച്ചല്ലടാ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണില്ലേ ബാമ, അവളെല്ലാം തേച്ചിട്ട് പോയടാ. അതെ, കണക്കായി അങ്ങനെ തന്നെ വേണം. എടാ നീ 18-19 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനല്ല, 46 വയസ്സുള്ള ഒരു മുതുക്കടിച്ച മുതുക്കനാണ് നീ. എടാ നിനക്ക് തീരെ നിവൃത്തിയില്ല, നീ വീട്ടിൽ പറ, അല്ലെ ഞാൻ വന്ന് നിന്റെ വീട്ടിൽ പറ. നീ കല്യാണം കഴിയാ? എനിക്ക് കല്യാണം കഴിക്കണ്ട, എനിക്കിങ്ങനെ പ്രേമിച്ച് നടന്നാ മതി. ഹരി, ഇയാളെന്താണ് ഈ കണ്ട പെമ്പിളെ പുറകെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? മോശമല്ലേ ഇതൊക്കെ? പ്രേമം എക്സ്പോസ് ചെയ്യാനുള്ളതാണ്. മാധവക്കുട്ടി അമ്മയുടെ ഒരു കോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതെടുത്താ? ഇനി മഴ സമയത്ത് ഈ മാധവി അമ്മ ടാപ്പിങ്ങിന് ഈ കോട്ടില്ലാതെ എങ്ങനെ പോകും? കവിയത്രി മാധവക്കുട്ടി അമ്മയുടെ ഒരു കോട്ട് ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. ആണോ? എന്താ കോട്ട? അറിയത്തില്ലേ? പ്രേമം എന്ന് പറഞ്ഞത് ഒരു പൂ പോലാണ്. പ്രേമിച്ച പെണ്ണിനെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടം സ്വന്തമാക്കുക. അളിയാ, ഈ രോമം എന്ന് പറയുന്നത് എന്റെ നെഞ്ചത്തുള്ളതാണ്. അത് പിഴുതെറിയാന്ന് പറയുന്നത് എന്റെ ജീവൻ പോണതിന് തുല്യമാണ്. ഹരി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികൾ ജീവിക്കേണ്ട ഈ സമയത്ത് ഈ കണ്ട പെണ്ണുങ്ങളെ പോകാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ? ഇത്രയും ഉളുപ്പില്ലേ? എന്താ പറയുന്നത്? പ്രതികാരമാണ്. ആരോട്? എന്നോടോ അതോ എവളോടോ അതോ റെയിൽവേ ട്രാക്കിൽ വെളിക്കിറങ്ങായിരുന്നപ്പോ ട്രെയിൻ വന്ന് തട്ടി മറിച്ച നിന്റെ തത്തയോടോ? പറയാടാ, ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം കേട്ടോടി സിന്ധു, ഞാൻ യവനും കൂടെ 7ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കണ കാലം. അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കണ യവന് 18 വയസ്സ് പൂർത്തിയായതിന്റെ അന്ന് യവനെ പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്യാൻ ടീച്ചർ വിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അന്ന് സ്കൂളിൽ നിന്ന് പഠിത്തം നിർത്തി പോയവനാണ് നീ. പിന്നെ നീ ഡിഗ്രിയുടെ വിചാരം എന്നോട് വിളമ്പല്ലേടാ, എനിക്ക് ദഹിക്കത്തില്ല കേട്ടോ. ഞാൻ പഠിച്ച കാര്യമാണോ പറയുന്നേ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് ബാമ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന കാലം, സുവോളജിക്ക് പഠിക്കുന്ന കാലം. ആ സമയത്ത് ഒരു ദിവസം ഇവള് പുറകെ കൂടെ പതുങ്ങി വന്ന് എന്നെ ഒറ്റപ്പിടി. അല്ല, അതെനിക്കറിയാടാ കേട്ടോടെ, ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സുവോളജിക്ക് എടുക്കുന്ന പെമ്പിള്ളേരെ പതുക്കെ പതുങ്ങി ചെന്ന് ഈ പാടത്തിരിക്കുന്ന തവള ഇങ്ങനെ പിടിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീ പറയുന്നൊന്ന് കേക്ക്. അവൾ ഒരു ദിവസം ഇങ്ങനെ പുറയിലൂടെ വന്നിട്ട് എന്നെ വണ്ടിയുടെ പുറയിൽ ഇങ്ങനെ കയറിയിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ആ ജംഗ്ഷൻ വരെ കൊണ്ടൊന്ന് ആക്കാൻ പറഞ്ഞു. അതിനൊന്നും ഇല്ലേ? അതിനൊന്നും ഇല്ല. ഒരു പരിചയമില്ലാത്ത എന്റെ വണ്ടിയുടെ പുറകെ കയറിയിട്ട് ആ ജംഗ്ഷന് വരെ കൊണ്ടാക്ക് എന്ന് പറയുമ്പോ അതിൽ എന്തെങ്കിലും ഒന്ന് ഒളിച്ച് കിടപ്പില്ലേ? അവക്ക് എന്നോട് ഒരു ഇത്തിരി സ്നേഹമില്ലേ? കേട്ടോടെ സിന്ധുവേ, അതായത് അന്ന് നങ്ങിയാറുകുളങ്ങര TK കോളേജിന്റെ വാതിക്കെ കിടന്ന് യവൻ ഓട്ടോ ഓടിക്കുന്ന കാലഘട്ടം. പിന്നെ നിന്റെ ഓട്ടോയുടെ ബാക്ക് സീറ്റിലല്ല ഫ്രണ്ട് സീറ്റിൽ നിന്റെ കൂടെ കയറി യാത്ര ചെയ്യോടാ പെങ്കുച്ചി. തലയ്ക്കകത്ത് പറയുന്നൊന്ന് കേക്കടാ. അങ്ങനെ അവളെ ഞാൻ ജംഗ്ഷന് കൊണ്ടുവിട്ടു. പക്ഷെ അവൾ അവിടെ വെച്ചൊരു 40 രൂപ എടുത്ത് എന്റെ നേരെ ഒരു നീട്ട്. അതിന് നിനക്കൊന്നുമില്ല. അത് നീട്ടിയപ്പോണ്ടല്ലോ എന്റെ സ്നേഹത്തിന്റെ കണക്ക് പുസ്തകമാണ് തകർന്നു പോയത്. കേട്ടോട്ടി സിന്ധുവേ, നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ 65 വയസ്സുള്ള എന്റെ അമ്മ 1 കിലോമീറ്റർ അപ്പുറമുള്ള ആയുർവേദ ആശുപത്രി യവനൊന്ന് ഓട്ടോയിൽ കൊണ്ടുപോയെന്നും പറഞ്ഞ് 150 രൂപ കണക്ക് പറഞ്ഞ് മേടിച്ച ഈ നാറി. അന്ന് നിന്റെ സ്നേഹത്തിന്റെ കണക്ക് പുസ്തകം എവിടെ കൊണ്ടുവച്ചിരുന്ന? നീ എന്തിനാ ഈ പഴയ കാര്യമൊക്കെ ഇപ്പോഴും പറയുന്നത്? പിന്നല്ല, ഞാൻ നിനക്ക് ഒരു സമാധാനത്തിന് പറയുമ്പോ നീ എന്നെ ഇട്ടിങ്ങനെ കുളയ്ക്കാതെ. എടാ, ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങണോ? രാവിലെ അമ്പലത്തിൽ പോണോടാ. ഇന്ന് ഉച്ചക്ക് അവൾ എന്റെ വണ്ടി വന്ന് വീണ്ടും കയറി. എന്നിട്ട് പറഞ്ഞു വീട്ടിൽ എന്നെ ഒന്ന് കൊണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കി. അവളുടെ അച്ഛൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. സത്യമൊളിയാ ധൈര്യസമേതം ഞാൻ അവളുടെ അച്ഛനോട് ചോദിച്ചു എനിക്ക് ബാമയെ കെട്ടിച്ചേരു വന്നു. അവരുടെ അച്ഛൻ പറയാണ് ബാമയുടെ മാമന്റെ പ്രായമുള്ള ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഈ വീട്ടിൽ പെണ്ണില്ലെന്ന്. നല്ലതെന്താ, അങ്ങനെ വേണം പറയാ. പ്രായത്തിന്റെ കാര്യം പോട്ടെ, ഞാൻ ഒരു ഓട്ടോറിക്ഷക്കാരനായിരുന്നു. അയാൾ എങ്ങനെ മനസ്സിലാക്കിയടാ? എടാ, കറുപ്പ് പാന്റ് വിട്ട് കാക്കി ഷർട്ട് വിട്ട് ഓട്ടോയ്ക്കകത്ത് അയാളുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ ചോദിച്ചാ പിന്നെ നീ പൈലറ്റ് ആണെന്ന് വിചാരിക്കടാ. പുല്ലേ ഇറങ്ങണ, ഞാൻ കിടന്ന് ഉറങ്ങണടാ. എടാ നീ ഉറങ്ങിക്കോ, പക്ഷെ നാളെ നീ എന്നെ കാണത്തില്ല. എന്താ നീ വല്ലതും പോന്നു? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. എന്തിന്? ഞാൻ ആത്മഹത്യ ചെയ്യും. കണ്ണാടാ, നിനക്ക് എന്നോട് സ്നേഹമില്ല. ഞാൻ ആത്മഹത്യ എന്ന് പറയുമ്പോ എന്റെ പെങ്ങള് എന്റെ വയറ്റിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ. അല്ല, എന്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ. എന്റെ ഒരേ ഒരു പെങ്ങളായി നിൽക്കുന്ന, അറിയാവോ? അതല്ല, എന്നാലും നീ അമ്മയെ ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് 150 രൂപ വാങ്ങിയില്ലേടാ? അതോർത്താ ഞാൻ കരഞ്ഞത്. എടാ ഇറങ്ങണ, ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാം. നീ എന്ത് പറഞ്ഞാലും ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എനിക്ക് എന്റെ മാമയെ കിട്ടിയില്ലെങ്കിൽ
ഞാൻ സത്യമായിട്ടും ആത്മഹത്യ ചെയ്യും. ദേ, എന്റെ കൈ വിഷമുണ്ട്. ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. എടാ നീ ആവശ്യമില്ലാത്ത വില വിഷം കൊണ്ട് കളയണം. ആ വിഷം കഴിച്ച് ആത്മഹത്യ ഇല്ലെങ്കിൽ ഞാൻ ഈ കിണറ്റി ചാടിച്ചാവും. ഏത് കിണറ്റില്? ഈ കിണറ്റി. അതിന് നിന്റെ വീട്ടിൽ കിണറുണ്ടല്ലോ, അവിടെ പോയി കയറാ. ഇത് എന്റെ വീടല്ലേ ചാർന്ന. എടാ ആ കിണറ്റിലെ വെള്ളം അമ്മ അവിടെ ആഹാരമൊക്കെ പാകം ചെയ്യാനും കുടിക്കാനും ഒക്കെ എടുക്കുന്ന വെള്ളം അവിടെ. അന്നാ ഇത് പിന്നെ ഞാൻ വൈകുന്നേരം സിനിമ കാണാനായിട്ട് ഉണ്ടാക്കിയിട്ടേക്കുവാന്നല്ലേ ഈ കോപ്പ്. എടാ ഇതിനകത്ത് ഞങ്ങളും കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നത്, ഞങ്ങൾക്ക് ജീവിക്കട്ടെ. എടാ നീ അങ്ങനെ പറയാൻ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യും. അല്ലെങ്കിൽ വേണ്ട, ഈ മാവിന് ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. എടാ നീ മാവയ്ക്കറ നിന്റെ മുട്ടിനെ ചെറുതടിച്ചാൻ മുട്ടിക്കുന്നു. ഉറപ്പാണോ? എടാ അളിയ നീ പറയണം, ഈ മാവിന് ഞാൻ കെട്ടി തൂങ്ങി ചത്തു കഴിഞ്ഞാൽ നീ എല്ലാരോടും പറയണം അരി മരച്ച മാവാണെന്ന്. അതിപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നാട്ടുകാർക്കെല്ലാം അറിയാം. എന്ത്? അരി അരച്ച മാവാന്ന്. അരി അരച്ച മാവാണെന്നാണോ പറഞ്ഞേ? നീ ആര് വന്നാലും പറയണം ഇത് അരി മരിച്ചു കിടന്ന മാവാണെന്ന് പറയണം. എടാ ഈ പാലിക്കല്ലർ തിന്റെ മെണ്ടയ്ക്കാനും അറിയാം, എന്റെ മണ്ടയ്ക്കാനും. ഞാൻ എന്തായാലും ഇതിനകത്ത് ചാടിച്ചാവും. ഇല്ല ഞാനൊരു കാര്യം പറയാം. ഇയാൾക്ക് എന്തെങ്കിലും കാണിക്കണം, ഇയാളുടെ വീട്ടിലെ കിണറ്റിൽ പോയി കാണിക്കണം, അല്ലാതെ എന്റെ കിണറ്റിലല്ല അത് കാണിക്കേണ്ടത്. അറിയാം? എന്തുവാടാ സിന്ധു പറയുന്നത് കേട്ടടാ? നിന്റെ മുമ്പിൽ വെച്ചാണ് സിന്ധു ഇതൊക്കെ പറയുന്നത്. നീ കേട്ടാ? ഇങ്ങോട്ട് ഇറങ്ങണം. ഒരിക്കലും നശിക്കാത്ത ഒരു കാര്യമുണ്ട്, അത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിനക്ക് എന്താണെന്നറിയാമോ? അത് എനിക്കറിയാം. എന്തുവാ? പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിനുള്ള സൗഹൃദം. ഇങ്ങോട്ട് ഇറങ്ങണം. ഹരി ഇയാൾ ഇറങ്ങുന്നുണ്ടോ ഇങ്ങോട്ട്? ഇല്ലില്ല. ഞാൻ മരിക്കും. മരിക്കരുത്. ഇല്ല. മരിക്കുന്നത് വേറെ മരിക്കരുത്. ഇല്ല. അഥവാ നിനക്ക് ഇപ്പൊ ആ പെണ്ണിനെ വേണം, അത്രയല്ലേ ഉള്ളൂ. ആ പെണ്ണിനെ കിട്ടാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താണ് പറ? ഇറങ്ങി വാ, ഞാൻ പറഞ്ഞുതരാം. സൂത്രം കൈയിരിക്കട്ടെ, ഞാൻ മരിക്കാതിരിക്കാനുള്ള സൂത്രമല്ലേ? ഒരു സൂത്രത്തിൽ നീങ്ങി ഇറങ്ങി ഞാൻ പറഞ്ഞുതരാന്ന്. ഉറപ്പ്. ശരി, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഒരു കാലക്കേടാന്ന് പറയും. ഈ കാല ഒരുപ്പൊക്കെ പിടിക്കാൻ വന്ന് കയറിയത് 9 മണി സമയം. എന്റെ കൂട്ടുകാരനല്ലേടാ? അവിടെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞില്ലേ? എന്നാ ഐഡിയ പറ. നീ ചോദിച്ചോണ്ട് പറഞ്ഞ ഇവിടെ ഐഡിയ ഞാൻ എടുത്തു വെച്ചേക്കുന്ന. എടാ ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് രാവിലെ പറഞ്ഞുതരാന്ന്. നടക്കത്തില്ല. ചുമ്മാ സമാനപ്പെടാ. അവൾ ഐഡിയ പറഞ്ഞു പറഞ്ഞു. എടാ ഒരു പെണ്ണിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ചാവാൻ പോണത്? എടാ ചാവേണ്ട കാര്യമില്ല. അതെ, ഇത് നീ ചാവും പോലെ അഭിനയിച്ചാ പോരെ, അല്ലേ അണ്ണാ? അതെ. നല്ല ഐഡിയ അല്ലേ ഇത്? എങ്ങനെ? എടാ അതായത് ആ പെൺകുച്ച് നിന്നെ തേച്ചല്ലോ, നിന്റെ ഈ വിഷമുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ആ വിഷക്കുപ്പി എടുത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്യണം. നീ എന്നെ തേച്ചോണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു വാട്സാപ്പിൽ അയച്ചു പറഞ്ഞ അപ്പൊ അവിടെ നിന്റെ പുറകെ വരും. അത് കൊള്ളട്ടെ. അത്രേ ഉള്ളൂ. അതെ, അന്നൊന്ന് ഷൂട്ട് ചെയ്താടാ. അമ്മ എന്റെ വെള്ളം കൂടി കുടിക്കാൻ അവൻ ഈ കോപ്പിനെ ഹായ് ബാമ, ഇത് വീര്യം കൂടിയ ഒരു വിഷമാണ്. നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. നീ ഇത് ആത്മഹത്യ പൂച്ചണിയാണ്, അതാ ഈ വിഷത്തിന്റെ പരസ്യം പറയണം. വല്ല ടെലിബ്രാൻഡ് ഷോയിൽ അങ്ങനെ പോയിടാ കോപ്പ. അന്ന് നീ ഒന്ന് പഠിപ്പിച്ചാടാ, എനിക്ക് അറിയാത്തോണ്ടല്ലേ. ദൈവം, നീ ഇത് പിടിയിടാ. എന്തെല്ലാം നാചമെന്ന് പറയണേ. കറക്റ്റാ ഷൂട്ട് ചെയ്തോ കേട്ടോ. ആ തത്ത കൂട്ടിന്ന് ഇറങ്ങിയാൻ നോക്കടി. നിനക്ക് എന്തിനാ നീ മര്യാദക്കില്ലടാ? പവാന ഇവന് ബുദ്ധിയോ കൊടുത്തില്ല, മര്യാദയ്ക്ക് കരയാനുള്ള ഒരു കഴിവെങ്കിലും ദൈവം തമ്മിൽ കരഞ്ഞല്ല. നീ മര്യാദക്കില്ല. നീ ഇപ്പൊ മൊബൈൽ കടിച്ച് തിന്നുവോ? നീ എന്റെ ഉദ്ദേശം എന്തോ നിന്റെ? എടാ ഞാൻ പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ നീ എന്തുവാടാ നീ കാണിക്കുന്നത്? നീ പറയുമ്പോ നിന്റെ കൂടെ ചുണ്ടനക്കിയതല്ലേ? എടാ ഞാൻ ഡയലോഗ് പറയുമ്പോ കൂടെ ചുണ്ടറക്കാൻ നീ ആരാടാ? KS പ്രസാദ് ചേട്ടനോ? നീ എന്താ ഉദ്ദേശത്തിലാണ്? നിനക്കിതൊന്നും പറയുന്നിട്ടുള്ള പണിയൊക്കെ. ഞാൻ മരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും, ഉറപ്പാ. എടാ ചുമ്മാ ആവശ്യമില്ല, തീരുമാനം മരിക്കുമെന്നാ പറയുന്നത്. പറഞ്ഞല്ലേ മരിക്കല്ലെന്ന്. നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ എത്ര കാലമായിട്ട് ജീവിക്കണം? എടാ ഒരു പെണ്ണ് പോണേ പോട്ടെന്ന് വെക്കണം. അതാണ് ആണുങ്ങൾ ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. മനസ്സിലായി? എടാ കടുക്കനിട്ടവള് പോയാൽ കമ്മലിട്ടവള് വരും. മനസ്സിലായ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ജീവിക്കുന്നത്. എടാ നമുക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിലുപരി നമ്മളെ ഇഷ്ടപ്പെടുന്ന പെണ്ണാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. അവരെ വേണം ജീവിതത്തിൽ ഉണ്ട്, എന്നാലും നമ്മുടെ ജീവിതം രക്ഷപ്പെടത്തുള്ളൂ. ഇപ്പൊ നോക്കുന്നത് അവക്ക് എന്നെ ഇഷ്ടവാ, എനിക്ക് അവളെ ഇഷ്ടവാ. 4 വർഷമാ കല്യാണം കഴിച്ചിട്ട്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ ഇതുവരെ. മനസ്സിലാണെങ്കിൽ ജോഡി അങ്ങനെ വേണം ജീവിക്കാൻ. മനസ്സിലായ? ഇന്നേ വരെ ഒരു കള്ള അവിടത്തെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ അവളെ ഒരു കള്ള എന്തൊക്കെ പറഞ്ഞിട്ടില്ല. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെച്ചിട്ടില്ല. നിനക്കറിയാമോ ഞങ്ങൾ വല്ലപ്പോഴും ടൂറിന് പോകും. ഞങ്ങൾ അവിടെ ഈ കഴിഞ്ഞ മാസം കൂടെ ഞങ്ങൾ ഊട്ടിയിൽ ടൂറിന് പോയി. എന്നിട്ട് അവിടുത്തെ ഒരു മുന്തിയ ഹോട്ടലിൽ, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ 5 ദിവസം റൂം എടുത്ത് അടിച്ച് പൊളിച്ച് തകർത്തിട്ട് ഞങ്ങൾ വന്നത്. ഇല്ലേടി? കഴിഞ്ഞ മാസം പോയി. അയ്യോ, കഴിഞ്ഞ മാസം ഊട്ടിയിൽ എപ്പോ പോയി? മറ്റേ പ്രകാശിന്റെ വണ്ടി ടാക്സി പിടിച്ച് നമ്മൾ 5 സ്റ്റാർ ഹോട്ടൽ എപ്പോഴാ പോയേ? സോറി, ആള് മാറിപ്പോയി. അയ്യോ, അപ്പൊ എന്നെ ആരാ ടൂർ കൊണ്ടുപോയി അവിടെ? അപ്പം നിങ്ങളെ ടൂർ കൊണ്ടുപോയി അവളെയല്ല, നിങ്ങളേത് പെണ്ണിനെ ടൂർ കൊണ്ടുപോയെന്ന് പറ. അത് വായിന്ന് ചാടിപ്പോയി. അറിയാം, ഒന്നും ചാടിയതല്ല.
ചെറുക്കന്റെ പ്രശ്നം തീർക്കാനാ നിൽക്കുന്ന ആവശ്യമില്ലാത്ത പ്രശ്നം. അവന്റെ പ്രശ്നം ആത്മഹത്യയിലേക്ക് തീരും. അതുപോലെ നമ്മളെ പ്രശ്നം ഇങ്ങോട്ടോ ഇങ്ങോട്ട്. അല്ലല്ല, ഞാൻ അറിയാതെ ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ ഏത് പെണ്ണിനെ കൂടെ ഊട്ടി ടൂർ പോയി അത് എനിക്ക് പറയണം. അമ്മയാണ് സത്യം, ഞാൻ അറിയാതെ വായിന്ന് ഇല്ല, നിങ്ങളെന്നെ ചതിക്കുക. ഇങ്ങനെ എന്നെ ചതിച്ചോണ്ടിരിക്കുക. അറിയാമോ, ഒരു കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ ഷർട്ട് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഷർട്ടിന്റെ പോക്കറ്റിൽ 2 സിനിമാ ടിക്കറ്റ് ആയിരിക്കും കിട്ടിയത്. സത്യം പറ, സത്യം പറ, ഏത് പെണ്ണിനെ കൂടെ സിനിമയ്ക്ക് പോയത്? ഞാൻ കാര്യം പറ തമാശ കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തവരെ വിജയത്തിൽ കയറി കിടണ്ടായിരുണ്ടാ. സിനിമ ടിക്കറ്റിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. അതായത് എന്തോ പറയുന്ന പുല്ലിപ്പ എന്തോ, അതായത് ഞാൻ ഇവനും കൂടെ കാന്താര സിനിമ കാണാൻ പോയി. ആ ടിക്കറ്റാണ് എന്റെ പോയിട്ട് കിടന്നത്. എന്തിനാ നമ്മളിപ്പോ പോടാ ഞങ്ങളെല്ലാം കൂടെ സിനിമയ്ക്ക് പോയത്. അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. എന്റെ പൊന്നെ ഒന്ന് കാണുന്ന സിനിമയാ. ഒരു ഭയങ്കര ഒരു രക്ഷയുണ്ട് അതിനകത്ത്. കള്ളിയങ്ങാട്ട് നീലിയുള്ള ആദ്യം ബെല്ലൊന്ന് രക്ഷി, ഭയങ്കര രക്ഷി. അവരുടെ പല്ല് ഇങ്ങനെ നീണ്ട അങ്ങോട്ട് വരും. ബ്ലഡ് കുടിക്കും, ബ്ലഡ് ഇങ്ങനെ സൂപ്പർ അടിപൊളി. കാരാര അല്ല കാന്താര. നീ പറയുന്നത് ലോകയുടെ കഥ ആണോ? നമ്മൾ കാണാൻ പോയെന്ന് പറഞ്ഞത് കാന്താരയുടെ. നിന്റെ ഹരി, ഈ രാത്രി ഈ വീട്ടിൽ കയറി വന്ന ദൈവമാണോ? ദൈവം അതെ, എന്റെ കാലനായിട്ട് അവൻ ദൈവമാണ്. ഒരു പോക്ക് അവരെ കിട്ടിയത്. നിങ്ങൾക്ക് പണ്ടേ സംശയമുണ്ട്. നിങ്ങൾക്ക് ഫോണിൽ മാറി ചാറ്റ് ചെയ്യല്, വിളിച്ചൊരു വിളി സത്യമായിട്ടില്ല. നിങ്ങളുടെ വാട്സപ്പ് ഞാൻ നോക്കിയായിരുന്നു. അതിനകത്തൊരു ഐശ്വര്യ റോയ്. അതാണ് അവൾക്ക് ആരാ നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ? അയ്യോ, അത് പെങ്കൊച്ചല്ല. ഐശ്വര്യ റോയ് എന്നൊരു പെങ്കൊച്ചുണ്ട്. അല്ലെന്ന്. പിന്നെ ഈ ഐശ്വര്യ എന്ന് പറഞ്ഞ ഹോട്ടൽ നടക്കണ അതിന്റെ ഉടമസ്ഥൻ റോയ്. ഐശ്വര്യ റോയ്, അവനാണ് എനിക്ക് ചാറ്റ് ചെയ്യണം. ശരിയാ. അങ്ങനെ ഒരു കൂട്ടുകാരല്ലേ പെണ്ണുങ്ങളുടെ വേറെ പെണ്ണുങ്ങളെ പേരാവൻ പറഞ്ഞു. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരാള് എനിക്ക് എന്റെ ജീവിതത്തിൽ വേണ്ട. നീ ആവശ്യമില്ല എന്റെ വായിന്ന് എനിക്ക് അബദ്ധം പറ്റി. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. ഞാൻ ചെയ്യത്തില്ല. ഇല്ല, വേണ്ട. പക്ഷെ വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടേ ഞാനിങ്ങനെ വെറുതെ അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല. ഞാൻ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. അറിയാവോ? ആണോ? ഒരു കാര്യം ചെയ്. വാസിക്ക് വാശി. നീ വേറെ കല്യാണം കഴിക്കും. എനിക്ക് വേറെ പെണ്ണ് കിട്ടാത്തൊന്നുമല്ല. ഓ കേട്ടോ, നിങ്ങൾ കെട്ടിക്കോ. ഈ ജഗന്നാഥ വർമ്മ ഫീമെയിൽ കെട്ടിയ പോയിരിക്കണം നിന്നെ. കേട്ടാ, എന്റെ കൂടെ വന്നിട്ടാണ് നീ സന്തോഷം. കേട്ടാടി, നീ ഒരു കാര്യം, നീ വേറെ കല്യാണം കഴിക്കും. ഞാൻ വേറെ കല്യാണം കഴിക്കും. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഈ സതീശൻ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായിരിക്കും. നീ മറ്റൊരു പുരുഷന്റെ ഭാര്യയായിരിക്കും. നീ കാണിക്കുന്നത്, നീ ഇപ്പോൾ മറ്റൊരു പുരുഷന്റെ ഭാര്യയാണ്. അതിന് ചെറിയൊരു കിരികിരിപ്പ്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒരു കോംപ്രമൈസും ഇല്ല. ഇല്ല, ഞാൻ നിങ്ങളെ വിട്ട് പോകും. ഞാൻ ചെയ്തിട്ടില്ല. നീ പറയുന്നതൊക്കെ ഞാൻ പോകും. എന്നെ വിട്ട് പോകും. ഉറപ്പ്. ഇവിടാ എടാ, നീ ഒറ്റ കണ്ണാണെങ്കിൽ നാശം ഉണ്ടായത്. നിന്റെ ലൈഫിന്റെ കാര്യം പറഞ്ഞ് ആത്മഹത്യ വന്നപ്പോ ഇപ്പൊ അവസാനം ഞാൻ ആത്മഹത്യ നോക്കി. എടീ, നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ജീവിച്ചിരിക്കണ്ട. ഞാൻ ആത്മഹത്യ ചെയ്യും. ഇവിടെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണേ. ആരെ പേടിപ്പിക്കുന്നത്? ഇത് കുറെ കണ്ടല്ല ഞാൻ സെന്റിമെന്റൽ ആവല്ലേ? പാപ്പ പോയപ്പോ ഞാൻ സെന്റിമെന്റൽ ആയി. പക്ഷെ നീ പറഞ്ഞു നിർത്തിയപ്പോ എന്റെ സെന്റിമെന്റൽ മാറിയില്ലേ? ഇപ്പൊ ഞാൻ സെന്റിമെന്റൽ ആണോ? നീ സെന്റിമെന്റൽ അല്ലടിയാ. പിന്നെ നീ ഒരു 10% നീ സെന്റി, ബാക്കി 90% നീ മെന്റലി. പിന്നെ ഈ സമയത്ത് ഇവിടെ കയറി ആവശ്യമില്ലാത്ത പണി കാണിക്കും. ആവശ്യമില്ലാത്ത കാണിക്കല്ലേടാ. അയ്യോ, എനിക്ക് ഇനി ജീവിക്കണ്ടേ. ഭാര്യയ്ക്ക് വിശ്വാസമില്ലാതെ ഒരു ഭർത്താവായിട്ട് എനിക്ക് ജീവിക്കണ്ട. അലമ്പ് കാണിക്കല്ലേടാ സുഹൃത്ത്. ഇല്ല, ഞാൻ ചാടും. എടാ ചാടല്. ചാടുമെന്ന് പറഞ്ഞാൽ ചാടും. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചാടിയാൽ മരിക്കാൻ. ഞാൻ പറയത്തില്ല. എന്നെ ചതിച്ചവനാ. എനിക്ക് വേണ്ട. ഞാൻ ചാടിയാൽ മരിക്കും. ഇന്നാണോ ഞാൻ അങ്ങനെ മരിച്ചിട്ടുള്ള. ഞാൻ ചാടും. വേണ്ട, എനിക്ക് കേക്കണ്ട. ഞാൻ ചാടും. ചാടല്. ഞാനിതാ വരുന്നേ. ചാടിയാ ചത്തില്ലേ? കിണറ്റിൽ വെള്ളമില്ല. അവിടെ കിടന്നോ. ഇനി ഇങ്ങോട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. ഹരിയേ, എന്നാടാ? എടാ, എന്നാ പിന്നെ നിന്റെ ഇരിക്കുന്ന വിഷക്കുപ്പിക്ക് തരാവടാ. അതെന്നാത്തിനാ? അവളിങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ആ വിഷം കഴിച്ചങ്ങ് ചാകാം. നല്ല ഒരു കൈയടി പ്രസാദേട്ടാ. ശ്യാമേ, എന്തോ നല്ല സ്കിറ്റ് കേട്ടോ, ഗംഭീരമായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു.
ഇതിൻ്റെ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ഇല്ല അതിനകത്ത്. കാരണം ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വരുന്നു, അയാളെ പിൻവലിപ്പിക്കുന്നു, ബാക്കി ഭാര്യയും ഭർത്താവും സ്നേഹമെന്ന് പറയുന്നു, അവസാനം നിങ്ങൾ തമ്മിൽ വഴക്കൂടുന്നു, അവസാനം നിങ്ങൾ തന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു, താഴെ വെള്ളമില്ല, വിഷം കഴിക്കുക എന്ന് പറയുന്നു. ഇത് കേട്ടാൽ വലിയ കോമഡിയൊന്നും ഇല്ല അതിനകത്ത്. സംഭവം ഒരു സാധാരണ സാധനമേ ഉള്ളൂ, ഒരു പൈങ്കിളി കഥയാണ്. പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് അത് ഗംഭീരമായി. അതെന്തായാലും കാര്യം. നിങ്ങളുടെ ടൈമിങ്ങും നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളുടെ അങ്ങോട്ടും വളരെ ദിവസങ്ങൾ റിഹേഴ്സൽ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ അതിനകത്തുണ്ടായിരുന്നു. നന്നായിട്ട് നിങ്ങൾ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഒരു ലാഗില്ല. ഭയങ്കര ടൈമിങ് രണ്ടുപേരും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പീസ് എടുത്ത് ഇന്ന ഭാഗം നന്നായി ആ ഭാഗം നന്നായി എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ ഭാഗങ്ങളും നന്നായിട്ടുണ്ട്. നല്ല പവർ, തുടക്കം മുതൽ പവറാണ്, അവസാനം വരെ ആ പവർ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ കഥ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയതെന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ കൂടെ നല്ലൊരു ഹ്യൂമറും കൂടെ സിറ്റുവേഷനും കൂടെ നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ മുകളിൽ കയറുമായിരുന്നു ഈ സാധനം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു എല്ലാം മണിക്കൂട്ടാ. നിങ്ങൾ 3 ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസിലെ എനർജി, നിങ്ങളുടെ പ്രസൻറ്റേഷനിലെ കൃത്യത ഈ സ്കിറ്റിനെ ഗംഭീരം. കാരണം എന്തൊരു എനർജി ആയിരുന്നു. 3 പേര്, ഒരാളെന്ന് പറയാലും 3 പേരുടെ എനർജി. പിന്നെ ഈ നമ്മൾ കേട്ടിട്ടുള്ള കൗണ്ടേഴ്സാണ്. ഈ മറ്റേ കോട്ടിന്റെ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്, മാധവിക്കുട്ടി അമ്മയുടെ കോട്ട്. ആ കോട്ട് കൂടെ എടുത്തോണ്ട് പോയില്ല അവരിനി റബ്ബർ വെട്ടാൻ പോകുമ്പോൾ അത്. പക്ഷെ ആ പ്രസന്റേഷൻ ഉണ്ടായിരുന്നല്ലോ, അത് സത്യം നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ. പിന്നെ ഷാംബായ്, നിങ്ങൾ ആ കിണറ്റിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ ഡയലോഗിൽ വരുന്ന ഓരോ മോഡുലേഷൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത സംഭവമായിരുന്നു. അതുപോലെ രാജേഷ് ഭായ്, നിങ്ങൾ ഈ വന്നിട്ട് ഈ വിഷം എടുത്ത് വെച്ചിട്ട് ആ വീഡിയോ അയക്കാൻ നേരത്ത് അതും സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. എടുത്തു പറയുകയാണെങ്കിൽ 3 പേരുടെയും പെർഫോമൻസിൻ്റെ എനർജി ഈ സ്കിറ്റിനെ ഗംഭീരമാക്കി. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർ ഖാൻ. നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ആദ്യം ഒന്ന് ഭയന്നു. ആദ്യത്തെ കുറച്ച് ഒരു 10 മിനിറ്റ് അടുത്ത് സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം നിങ്ങൾ ഇന്ന് അതല്ലല്ലോ നമുക്ക് കിട്ടാറുള്ളത്. ഭയങ്കര തുടക്കം തൊട്ടേ ഒരു ഫാസ്റ്റായിട്ട് സാധനം ഇങ്ങനെ പോകുന്നത്. പക്ഷെ അവിടം വരെയും നിങ്ങൾ ഇത് ഇവൻ ആത്മഹത്യ ചെയ്യാൻ മതി, രാജേഷ് ആത്മഹത്യ ചെയ്യാൻ വന്നു, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നിൽക്കുന്നതല്ല. അവിടെ വന്നപ്പം വിചാരിച്ച സാധനം ഇതിൻ്റെ റേഞ്ചിൽ തന്നെ പോവുകയാണോ എന്നൊരു തോന്നൽ അന്നേരം വരെ ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഒന്ന് ടേണായല്ലോ, ഒന്ന് തിരിഞ്ഞു ഓപ്പോസിറ്റ്. അത് കാത് കുത്തിയവൾ പോയാൽ കടുക്കനിട്ടവൾ വരും, അവിടെ പിടിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. വേറെ ഈ പെണ്ണ് പോയാൽ എനിക്ക് വേറൊരു പെണ്ണ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഈ ഫീമെയിലിന് വേണമെങ്കിൽ അവിടെ നിന്ന് ചൊറിഞ്ഞു തുടങ്ങാം. പക്ഷെ അവിടെ നിങ്ങൾ എടുത്തില്ല. ഈ ഊട്ടിയിൽ അവിടെയാണ് 5 ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ പോയിട്ട് വന്ന് അവിടെ നിന്നാണ് സാധനം കീറി. അല്ല, അവിടെ നിന്ന് മാറി പിന്നെ ലോകയിലാണ് പിന്നെ പിടിച്ചത്. അത് കഥ പറയുന്നത്, സിനിമയുടെ കഥ പറയുന്നത്. അത് കൂടാതെ വേറൊരു സാധനം ഞാൻ പൊട്ടി ചിരിച്ചു പോയത് ജഗന്നാഥവർമ്മയുടെ ഫിഗറുള്ള ആ സാധനം പിടിവിട്ട് ചിരിച്ചു പോയി. അവിടെ തൊട്ട് അങ്ങോട്ട് നിങ്ങളുടെ ആ ഫാസ്റ്റ് നമ്പർ കളികളുണ്ടല്ലോ, അവിടെ നിന്നാണ് ഇത് അങ്ങോട്ട് കയറിയത്. എന്തായാലും 3 പേരും നന്നായിരുന്നു, ഗംഭീര. പ്രത്യേകിച്ച് ശ്യാം ഇത്രയും ഒച്ചയെടുത്ത് ഇത്ര എനർജിയിൽ കളിക്കുമ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് 2ാമത്തെ സ്റ്റേജിൽ നമ്മുടെ ശബ്ദം എല്ലാം പോകും. നിങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കട്ടെ. ഇതിൽ ഏത് സ്കിറ്റ് എടുത്താലും ഈ ഒറ്റ റേഞ്ചിലാണ് ശ്യാമിൻ്റെ കളി. ആ ശ്യാമിൻ്റെ കളിയുടെ പഞ്ചാണ് നിങ്ങളുടെ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നന്നായിരുന്നു, 3 പേരും ഗംഭീരമായിരുന്നു. താങ്ക് യു. അപ്പോ ആരാണ് ആദ്യം മാർക്ക് തരുന്നത്? ഞാൻ തരാം. നസീർ ഖാൻ. ഞാനൊരു 16,000 രൂപ കൊടുക്കുക. 16,000 രൂപ. മണി? ഞാനൊരു 15,000 രൂപ. അപ്പൊ 31,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി അയച്ച പ്രശ്നം തരാം. ടോട്ടൽ 65,000 രൂപ. ഓക്കെ, എല്ലാം കൊണ്ടാണ്. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ അടുത്ത ടീം റെഡിയാണ്. കൊച്ചി പ്രതിവേട്ടനുണ്ട്, കൂടെ സൂര്യശ്രീ ഉണ്ട്, ശ്രീജു ഉണ്ട്. ഒരു നല്ല ഐഡിയ. ഹലോ ഹലോ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. എന്താടി വീട് പണി? വീട് പണിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതാവളാ പുറകെ കൂടെ പോയേ? ആരാ പുറകെ കൂടെ പോയാരാ? എടി, നിനക്ക് എന്നെ പണ്ടേ സംശയമാണ്. നാട്ടിൽ ഉണ്ടായിരുന്നപ്പോ അവിടെ സംശയം, ഇപ്പൊ ഗൾഫിൽ വന്നപ്പോ നീ വീട്ടിൽ നിന്ന് സംശയിക്കുന്ന. അതാണ് വർക്ക് ഫ്രം ഹോം. വർക്ക് ഫ്രം ഹോം.
ചേട്ടൻ ഗൾഫിൽ പോയിട്ട് എത്ര വർഷമായി? 8 വർഷമായി. എന്താ വരാൻ വല്ല ഉദ്ദേശമുണ്ടോ? അടുത്ത പ്രാവശ്യം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ചു പോകുന്നേ ഇല്ല. മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. 2 നിലയ്ക്ക് ഒരു വീട് ഇവിടെ പണിയാൻ ഇട്ടിട്ട് നിങ്ങൾ നാട്ടിൽ വന്ന് നിൽക്കാൻ പോവാന്നോ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തോന്നുന്നു മനുഷ്യ ഇതൊക്കെ പറയാനായിട്ട്? പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പോയത്? അതൊക്കെ പോട്ടെ, എന്റെ അമ്മ എവിടെ? അയ്യോ, അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാ ചേട്ടാ, കഴിഞ്ഞ ദിവസം രഘുവിന്റെ മോനില്ലേ കഞ്ചാവ് അടിച്ചതിന് പോലീസ് പിടിച്ചെന്ന്. അതും എന്റെ അമ്മയും തമ്മിൽ എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്? അവൻ കഞ്ചാവ് അടിച്ചിട്ട് കിടന്ന് ഓരോന്ന് കാണിക്കുന്നു, നിങ്ങളുടെ അമ്മ വലിക്കാതെ ഇവിടെ കിടന്ന് ഓരോന്ന് കാണിക്കുന്നു. അറിയാമോ? വെച്ചോ വെച്ചോ വെച്ചോ, ഇവിടെ അമ്മ വരുന്നുണ്ട്. വെച്ചോ 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 വെച്ചോ. ഭഗവാനേ, എന്തോ കുമ്പിട്ടെടുത്തേ? ഒരു തുടക്കം കുറിക്കാൻ പോവല്ലേ? എന്നാ ഞാൻ വലിച്ചു കയറും. നീ എന്റെ മോനോട് എന്നാടി ഈ കടക്കാരുടെ കുറ്റവും കുറവും നുണ നീ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. നീ പറഞ്ഞു കൊടുത്തു. ഞാൻ എന്റെ ഈ കണ്ണും കൊണ്ട് കേട്ടതാ. കണ്ണുകൊണ്ടോ? ഞാൻ കുറെ നാളായിട്ട് കേൾക്കുവാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാൽ കടക്കാരുടെ കുറ്റവും കുറവും ഈ വീട്ടിൽ നീ പറയാൻ പാടില്ല. പിന്നെ അത് പറയാനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. തലയിരിക്കുമ്പോൾ വാലാടരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസവും കൂടെ ആ മാലതി ചേച്ചി ഈ വീട്ടിൽ വന്നായിരുന്നു. അടുത്ത ആഴ്ചത്തെ എങ്കിലും കുടുംബയോഗം അവരുടെ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് അവര് പറയുന്നത്. നടക്കില്ല. കുടുംബയോഗം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെങ്കിൽ അത് എന്റെ വീട്ടിൽ വച്ചു മതി. ഇത്രയും അംഗങ്ങളുള്ള ഈ യോഗത്തിൽ അവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ വെച്ച് നടക്കട്ടെന്ന്. കൊച്ചെ എനിക്കറിയാമോ, അവരിവിടെ വന്നിരുന്ന ആൾക്കാരുടെ നുണയും പരദൂഷണവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 1 മാസത്തേക്കുള്ള കണ്ടന്റ് ഇവിടുന്ന് കിട്ടും. പിന്നെ ഞാനത് തപ്പി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ്ട. ഞാനിപ്പോൾ ആലോചിക്കട്ടെ, ഇത് വച്ചിട്ട് ഒരു ചാനലങ്ങ് തുടങ്ങിയാലോ. ഞാനൊരു ടൈയൊക്കെ കെട്ടിയിരുന്ന് വാർത്ത വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്റെ പൊന്നോ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത്. എത്രയോ പേര് തൊഴിലുറപ്പിന് പോകുന്നു. ഈ വയസ്സാം കാലത്ത് വല്ല തൊഴിലുറപ്പിന് പോയി ജീവിച്ചൂടായോ? നീ വിചാരിക്കണ മാതിരി എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എന്റെ സൈസിലുള്ള പണി സാധനങ്ങൾ ഗവൺമെന്റ് കണ്ടുപിടിച്ചിട്ടില്ല. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. എന്നെ കൊണ്ട് കൂടുതൽ വർത്താനം നിങ്ങൾ പറയിക്കരുത് കേട്ടോ. ഒരു മനുഷ്യൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുക എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എന്റെ കൊച്ച് മണലിൽ കിടന്ന് കപ്പലണ്ടി മറക്കണ മാതിരി മറച്ചിവിടെ കിടന്ന് ഈ കഷ്ടപ്പെട്ട് ഇതുണ്ടാക്കിയ ചെയ്യണം. ഇത് വല്ലോ നടക്കുവോ? ഇന്ന് രാവിലെയും കൂടെ ചേട്ടൻ വിളിച്ചതേ ഉള്ളൂ. വിളിച്ചപ്പോ തന്നെ എന്നോട് പറഞ്ഞു, എടി നീ വിഷമിക്കണ്ട, ഇന്ന് പുതിയൊരു പണിക്കാരനെ ഇങ്ങോട്ട് വിടുന്നുണ്ടെന്ന്. ഏത്? രൂപേഷ്. രൂപേഷാ? നാരായണേട്ടന്റെ മോൻ രൂപേഷ്. ഏത് നാരായണേട്ടന്റെ? മറ്റേ കളിയിക്കാൻ വിളയിലെ നാരായണേട്ടൻ. എഴുന്നേറ്റ് പോയില്ലെങ്കിൽ ചൂലിന് ഞാൻ അടിച്ചു വാരി ദൂരെ കളയണ്ടോ? ഒരാര് കണ്ടാലും അടിച്ചു വാരി കളയാൻ തോന്നും. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. സമയം ഇപ്പൊ എത്രയാടാ? എത്ര മണിയായി? രാവിലെ 8:30 വരാനാന്നോ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ ചേച്ചി, എനിക്ക് ഈ വീട് മാത്രമല്ല വേറെ പണി സൈറ്റ് ഉണ്ട്. അവിടെ നിന്ന് സാധനം എടുത്തോണ്ട് ഇവിടെ വന്നോണം പണി ചെയ്യാൻ. ചിലപ്പോ താമസിച്ചെന്നൊക്കെ ഇരിക്കും. നീ ആരോടെ ഒച്ചെടുത്ത് സംസാരിക്കണം? ഇതായി നിൽക്കണതേ ചില്ലറക്കാരനല്ല, എന്റെ നാരുവിന്റെ മോനാ. എന്റെ നാരായണേട്ടന്റെ മോനാണ്. എന്നെ കൊണ്ട് കൂടുതൽ വർത്താനം നിങ്ങൾ പറയിക്കരുത്. എടാ, 1500 രൂപ പുളിങ്കുരി പോലെ വൈകുന്നേരം ഞാൻ നിനക്ക് എണ്ണി തരുന്ന ഓർമ്മ നിനക്ക് വേണം കേട്ടോ. ഇവൻ 1500 അല്ല 3000 ചോദിച്ചാലും നീ കൊടുക്കണം. അതിനുള്ള ബാധ്യത ഇവനുണ്ട്. ആയ കാലത്ത് ഇവന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ ഒരുപാട് വലേപ്പിച്ചിട്ടുണ്ട്. അറിയാമോ? തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. അച്ഛനായിട്ട് എങ്ങനെ ബന്ധം? ഞാനും നിന്റെ അച്ഛന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങള് തമ്മിൽ ചെറുതായിട്ടൊരു ചെറിയ സെറ്റപ്പ്, പ്രേമം. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമില് ഈ നാരായണേട്ടന് എനിക്കൊരു മയിൽപ്പീലി തന്നു. എന്നിട്ട് പറഞ്ഞു, ബുക്കിന്റെ അകത്ത് വെച്ചാ പെറു. ബുക്കിന്റെ അകത്ത് വെച്ചില്ലേ പിന്നെ ഇറ്റലിയാണ്. ഈ ഒരു സാധനം നീ അടിക്കൂന്നുള്ള കാര്യം എനിക്ക് അറിയാം. എടാ, അതല്ലത്, ബുക്കിന്റെ അടുക്ക വെച്ചാ ഇത് പ്രസവിക്കൂന്ന്. അങ്ങനെ ഞാൻ പാതിരാത്രിക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിപ്പായി. നിങ്ങൾ അത് നോക്കിയിരിക്കുന്നത്? 12 മണി കഴിഞ്ഞെങ്കിലും പ്രസവ വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങളല്ലേ ഇത് നോക്കേണ്ടത്. അങ്ങനെ രാത്രി 1 മണി 2 മണി സമയത്ത് നാരായണേട്ടൻ വീട്ടിൽ വന്നു. നമ്മളെ പെണ്ണുങ്ങളല്ലേ, എനിക്കാണെങ്കിൽ പേടി. ഞാനാണെങ്കിൽ ജനല് തുറക്കാറേ ഇല്ല. പിന്നെ വാതില് 2 മലർക്ക തുറന്നിടും. അങ്ങനെ ഇത് എന്റെ അച്ഛനറിഞ്ഞു. അച്ഛൻ കയ്യോടെ പൊക്കി പുളിമരത്തെ കെട്ടിയിട്ട് ഒരു വടിഞ്ഞെടുത്തിട്ട് ഒരു 65 അടി നടും പുറത്തിന്. എന്റെ അച്ഛൻ അടി ഉണ്ടായാലും സങ്കടം കണ്ട? സങ്കടമല്ല, ഇത്
ഇത് കണ്ടിട്ട് ചിരി വന്നിട്ട് ഒരു 1.5 മണിക്കൂർ നിന്നങ്ങോട്ട് ചിരിച്ചതിന് ചേട്ടാ എന്നാ പറ്റിയെന്ന് പോലും ചോദിച്ചേ. അവസാനം വീട്ടുകാര് എന്നെ വേറെ ഒരുത്തന്റെ കൂടെ കെട്ടിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആരാ മോള്, എനിക്കുണ്ട് വാശി, ഞാൻ വേറെ ഒരുത്തനെ കെട്ടാൻ തീരുമാനിച്ചു. അപ്പൊ എന്റെ അച്ഛൻ നാരായണ ഇത്രയും അടി കൊണ്ട് ചമ്പ് ചാറായി കിടക്കണ നാരായണ എന്തിനും കൊള്ളാം, എനിക്കൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് ഈ കല്യാണത്തിന്റെ തലേ ദിവസം അവിടെ പാചകത്തിന് പപ്പട കാച്ചാൻ വന്നാണ് ഇവിടത്തെ അച്ഛൻ. എന്റെ മോനെ പപ്പടം വീശി എണ്ണയിലേക്ക് ഒരൊറ്റ ഏറ, ആ ഒരൊറ്റ ഏറ് ഞാൻ കട്ട ഫാനായി. അന്ന് രാത്രി എന്നെ അയാൾ അവിടുന്ന് കടത്തിയ. ആ അതെങ്ങനെ? ഞാനൊരു കിറ്റിന്റെ അകത്ത് കയറിയിരുന്നു, പച്ചക്കറി കൊണ്ടുപോകണ വരി ഒരൊറ്റ തൂക്കല്, ഒരു കുഞ്ഞറിഞ്ഞില്ല. അറിയാവാ എടാ രൂപേഷ്, 5:30 മണി വരെ നീ ഈ കള്ളക്കഥയും കേട്ടോണ്ട് ഇവിടെ നിൽക്കാൻ പോവാന്നോ? നീ ഇവിടെ കിടന്ന് ഈ കൂടുതൽ മൂപ്പിക്കണ്ടേ? ആ കൊച്ചിന് ഇന്ന് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള പോയാലേ ഇറച്ചിയോ മീനോ എന്തെങ്കിലും പോയി മേടിച്ചോണ്ടേ. പണിക്കാരന് ട്രീറ്റാ? ട്രീറ്റ് ആയിട്ടല്ല, പിന്നെ ഇങ്ങനെ വല്ലവരും വീട്ടിൽ കയറി വരുമ്പോഴേ എനിക്ക് വായിക്ക് രുചിയായിട്ട് വല്ലതും കിട്ടണത്, അല്ലെങ്കിൽ വല്ല കട്ടമുളക് ഇറച്ചിയായിരുന്നു. മൊത്തത്തിലൊന്ന് നോക്കിയേക്കണേ. അത് മോള് പേടിക്കണ്ട, അമ്മ എല്ലാം നോക്കിക്കോളാം. അയ്യോ അമ്മയോടല്ല, ഞാൻ ആ ചെറുക്കനോട് പറഞ്ഞതാ. എടാ മൊത്തത്തിൽ ഒരു കണ്ണ് വേണം, കണ്ണ് തപ്പിയാ കട്ടയോ സിമന്റോ എടുത്ത് ഇവര് മറിച്ച് വിറ്റ് മുറുക്കാൻ വാങ്ങി. കണ്ടോ അവള് പറഞ്ഞു പോയ കേട്ടോ. ലക്ഷക്കണക്കിന് രൂപ അവക്കടെ അക്കൗണ്ടിലേക്ക് അവൻ അയച്ചു കൊടുക്കുന്നുണ്ട്. 1 രൂപ ഒരു മുറുക്കാൻ മേടിക്കാൻ അവളോട് ചോദിച്ചാൽ തരില്ല. എനിക്ക് എന്ത് സങ്കടം തരാമോ, എന്ത് സങ്കടം. മോനെ ഒരു 10 രൂപ അമ്മച്ചിക്കോ. അമ്മച്ചി ഞാൻ ഇവിടെ ഒന്ന് കട്ടപ്പെട്ട് കിട്ടുന്ന പൈസക്കാണ് എന്റെ കുടുംബം കൊണ്ടുപോകണം. എന്റെ 10 പൈസ എടുക്കാൻ ഇല്ല. മോന്റെ പേരെന്നാന്ന് പറഞ്ഞു? രൂപേഷ്. 5 പൈസ കയ്യിലില്ല, പേര് രൂപേഷ്. റിസർവ് ബാങ്ക്, റിസർവ് ബാങ്ക്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. മോനെ നീ മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ സ്വന്തമായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് വേണം. ഇപ്പൊ തന്നെ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോ അമ്മച്ചിയുടെ അക്കൗണ്ടിലേക്ക് 25,000 രൂപ വന്ന് വീഴും. അല്ലല്ല അല്ലെന്ന്, പിന്നെ ടൈൽസ് മറച്ചടിച്ചത്. ഇവിടുത്തെ അല്ലാണ്ട് പിന്നെ അവിടുത്തെ മറ്റേത് പറയണില്ലേ? തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. അല്ല ഇത് തെറ്റാന്ന് എനിക്ക് അറിയാലോ, അത് പറഞ്ഞാൽ കേറൂല. അതെന്നാടാ അതെന്റെ പണിസാധനങ്ങളല്ലേ? ഒന്നുമില്ല, പണിസാധനം. എന്നെ പണിസാധനം ജോലിക്കിടയിൽ രണ്ടെണ്ണം അടിക്കാനായിട്ട്. മദ്യപാനം എടാ കുടുംബത്തിനെ നശിപ്പിക്കുന്ന സാധനമായി സാധനം. ഈ സാധനം വീട്ടിൽ കേറ്റരുത്. നീ നിന്റെ കൈ കൊണ്ട് തന്നെ കളടാ, ഒഴിച്ചു കളാത്. താഴെ ഒഴിക്കരുത്, ഇവിടെ നാറും ഒഴിച്ചു കളടാ. ഈ സാധനം ഇത് ഇങ്ങനെ കളഞ്ഞ ശരിയാവോ? വെള്ളമൊക്കെ അടിക്കുമല്ലേ? വെള്ളം അടിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ബീഡി വലിച്ച് വാഴ കഴിക്കാൻ നേരത്ത് 2 അടിക്കും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുറുക്കാൻ ചവച്ച് മടക്കുമ്പോ ചെറുതായിട്ട് ബീഡി വലിക്കും. കൊച്ചു പെട്ടിക്കട. എടാ നീയേ എനിക്കൊരു ബംഗാളിനെ കൊണ്ടുവരാൻ പാടില്ല കൂടെ. എന്തിന്? ഞാൻ ഇതുവരെ ബംഗാളി ബീഡി വലിച്ചിട്ടില്ലെന്ന്. ബംഗാളി നിർത്താൻ പറ്റില്ല, ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ജോലിയുള്ളൂ. മോനെ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു, നീ ചെറുപ്രായമാണ്. നീ ഈ വക കട്ടിപ്പനയൊക്കെ എടുത്താൽ നിന്റെ കൂമ്പ് വാടിപ്പോ. എനിക്ക് ഇതിനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞ നീ എന്റെ നാരായണേട്ടന് പോരാ, അതുകൊണ്ട് ഇന്ന് മുതൽ നിന്റെ മെക്കേട് ഞാൻ നോക്കിക്കോ. അമ്മ നിന്നെ മൊത്തം സഹായിക്കാൻ പോവാ, മൊത്തത്തിൽ സഹായിക്കാൻ പോവാ. അമ്മച്ചി എന്റെ തലയിലാവൂല്ലോ ദൈവം. ഇത്രയും നേരമായിട്ട് ഒരു കട്ട പോലും നീ കെട്ടി തീർത്തില്ലോടെ ചെറുക്കൻ. നീ ഇവിടെ ഇല്ല, എനിക്ക് പഞ്ചായത്ത് വരെ ഒന്ന് പോണം. പഞ്ചായത്തിൽ പോണോ? എനിക്കൊരു വീടിന്റെ കാര്യത്തിന്. പിന്നെ എന്റെ ചേട്ടൻ കഷ്ടപ്പെട്ട് രാവിലെ ഒരു മേശിരി ഉണ്ടാക്കി നീ പഞ്ചായത്തിൽ പോയാലോ? മര്യാദക്ക് കട്ട മൊത്തം കെട്ടി തീർത്തിട്ട് നീ പോയാൽ മതി. എനിക്ക് പഞ്ചായത്തിൽ പോകണം, വേറെ കാര്യങ്ങളുണ്ട്. അല്ല ഞാൻ ഏൽപ്പിച്ചിട്ട് പോയ ആളെന്തി? അമ്മച്ചി എന്തി? അയ്യോ സിമന്റ് ചാക്കോ? അയ്യോ വെള്ളതായോ എന്റെ അമ്മച്ചി. അയ്യോ അമ്മച്ചിക്ക് എന്താ പറ്റിയേ? എന്നാടാ ചെയ്ത നീ എന്റെ അമ്മച്ചിയെ? എന്താ ചെയ്തോടാ നീ? ഞാനൊന്നും ചെയ്തൊന്നുമില്ല. എന്റെ പൊന്ന് മദ്യവെച്ചിട്ടുണ്ടോടാ ഇവര്? ഇല്ല. നീ കണ്ണു കൊടുത്തോ അവർക്ക്? ഞാൻ കള്ളൊന്നും കൊടുത്തില്ല. തന്നു, ഇവൻ എനിക്ക് തന്ന എന്റെ അച്ഛന്റെ കൂട്ടുകാരിയാന്ന് പറഞ്ഞിട്ട് ഇവൻ എനിക്ക് മദ്യം തന്നു. നീ എന്തുവാടാ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? എന്റെ അടുത്ത് വന്ന് എന്റെ ബാഗ് ഇരുന്ന് എടുത്ത് അടിക്കാൻ ഞാൻ പറഞ്ഞ അവരടുത്ത്.
മിണ്ടരുത് ഇവിടെ. എന്റെ കുടുംബത്തെ നീ മിണ്ടരുത്. എന്റെ കൊച്ചിനെ കൈയും കാലും കാണിച്ച് കുപ്പിയിലാക്കി തന്നെ. അനാവശ്യം പറയരുത് കേട്ടോ. അന്തസ്സായിട്ട് എന്റെ വീട്ടുകാർ ചേർത്ത് 10 10 തന്നാ കെട്ടിച്ചു വിട്ടത്. 10 10 മാത്രമല്ല, വേറൊരു 10 കൂടെ തന്നു. അതേത് 10? നീ എന്നാ 10? നീ എന്നിവിടെ കേറിയോ അന്ന് ഞങ്ങളുടെ കുടുംബം കുളം തോട്ടി. ഇത് ഞാൻ നശിപ്പിക്കും. നീ എന്റെ മോനും ഇതിനകത്ത് കയറി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഞാൻ കുളം തോട്ടും. ഇത് ഞാൻ നശിപ്പിക്കും. നോക്കിക്കോ. സമാധാനമായില്ലയോ? എടാ 2 വർഷമായി ഞങ്ങളുടെ ഈ വീട് പണി ഇവിടെ തുടങ്ങിയിട്ട് 10 മേശിരിമാർ ഈ വീട്ടിൽ വന്ന് ഇപ്പോഴും ഈ വീട് പണി ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. എന്താ കാര്യം? ഇവരാ കാര്യം. ഒരാൾ വന്നാൽ പോലും ഈ പണി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീട് പണി ഞാൻ തീർത്തു തരാം. പക്ഷേ ഡെയിലി 2000 രൂപ തരേണ്ടി വരും. 500 കൊടുത്ത് രാവിലെ ഒരു പൈൻറ്റ് വാങ്ങിച്ച് അതിന്റെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തെ ബോധമില്ല കിടക്കും. 1500 രൂപയ്ക്ക് ഞാൻ പണി ചെയ്തോളാം. അത് ഉണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പൊടി കേറ്റ്. ചേച്ചി, ചിലത് ഓഫ് ആയാലേ ചിലത് ഓൺ ആവുള്ളൂ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. നല്ല കയ്യടിയാവാം പ്രസാദേട്ടാ. ഒന്ന് ചീഞ്ഞാലേ മറ്റത് വളമാകുള്ളൂ എന്നുള്ള നമ്മുടെ പഴയ ഒരു പഴഞ്ചൊല്ലാണല്ലോ ഈ സംഭവം, അല്ലേ? പക്ഷെ നിങ്ങൾ അവതരിപ്പിച്ച ആ സബ്ജക്റ്റൊക്കെ കൊള്ളാമെങ്കിൽ പോലും അതിനകത്ത് ഹ്യൂമർ, പ്രദീപേ, ഞാൻ എങ്ങനെ പ്രദീപിൻ്റെതൊക്കെ പറയാം, ഹ്യൂമർ ഒന്ന് ഇളക്കണ്ടേ നമ്മളൊന്ന്. അത് ആ പെർഫോമൻസ് അങ്ങോട്ട് വന്നില്ല. അത് മാത്രമല്ല, ഈ ഇവിടെ ഒരു പണിയിപ്പിക്കാതിരിക്കാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും പ്രദീപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. കുറച്ചുകൂടെയൊക്കെ പുള്ളിനെ വിഷമിപ്പിക്കണം. വന്നവരെയൊക്കെ പറഞ്ഞു വിടുന്നു. വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ. ആ സംഭവങ്ങൾ കൊണ്ടുവരണം. എന്നാലേ എൻ്റെ ക്ലൈമാക്സിന് പവർ കിട്ടുകയുള്ളൂ. എന്നാലേ ഇയാളെ കള്ളുപിടിച്ച് കിടന്നാലേ ഈ പണി നടക്കുകയുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരാൻ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തിയ പ്രശ്നങ്ങളെല്ലാം പറയണമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. ബാക്കി ആ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്, സ്ഥിരമായിട്ടുള്ളതാണ്. ഭർത്താവ് അവിടെ കിടക്കും, ഭാര്യ ഇവിടെ പണിതുകൊണ്ടിരിക്കും, പിന്നെ ഇവിടെ പണി നടക്കുന്നില്ല. നമ്മളൊരു വീട് പണി നടത്തുന്ന ആളാണ്. എത്ര ദിവസം കഴിഞ്ഞാലാണ് ഒരു പണിക്കാരൻ വരുന്നത്? ഒരു ദിവസം വന്ന് തുടങ്ങിയിട്ടിട്ട് പോയാൽ പിന്നെ വരത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് 4 ദിവസം കഴിയും, പിന്നെ വേറെ ആൾ വരും. ഇത് ലോകത്ത് വീട് പണിയുന്നവരുടെ ഒക്കെ ഒരു കഷ്ടപ്പാടാണ്. അത് കുറച്ചുകൂടെ ഹ്യൂമർ വൽക്കരിക്കാമായിരുന്നു നിങ്ങൾക്കെന്നുള്ളതാണ്. ഇത് വളരെ റിയലിസ്റ്റിക് ആയിപ്പോയി നിങ്ങൾ ചെയ്തത്. അത്രേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നല്ല ത്രെഡായിരുന്നു, നല്ല ക്ലൈമാക്സ് ആയിരുന്നു. പക്ഷേ ഇടയിൽ എനിക്ക് തോന്നുന്നു അത് കളിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് എവിടേക്കോ മിസ്സിങ് സംഭവിച്ചാന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടില്ല. ഇതിൻ്റെ ക്ലൈമാക്സ് സാധനത്തിലേക്ക് അത് മാത്രം ബേസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടേജ് കുറച്ചുകൂടി ഒരു ടെമ്പോ കൂട്ടിയിട്ട് ഒന്ന് കളിച്ചെടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നെ. സ്കിറ്റ് തമാശകളൊക്കെ അത്യാവശ്യം കയറ്റുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാമായിരുന്നു. ഇതിൻ്റെ അകത്ത് മൊത്തത്തിലൊരു ആയുർവേദ ഫീലിംഗ്, എൻ്റെ അമ്മയുടെ മാത്രമേ ഒരു ബഹളമൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തുള്ളൂ. പക്ഷെ ആ ഫീൽ ചെയ്തതിലൊന്നും കോമഡികളില്ല. പിന്നെ സൂര്യസ് അതാവുള്ള ഭാഗം വൃത്തിയായിട്ട് അങ്ങ് പോയി തിരിച്ചു വന്നു, കാര്യങ്ങൾ നടത്തി. അതൊക്കെ കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാര്യം നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് ലീഡ് ചെയ്ത് പോകുന്ന ടീമുകളിൽപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പം പുറകോട്ട് പോകരുത്, മുമ്പോട്ട് തന്നെ യാത്രയാകണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മണി. നൈസായിരുന്നു. കാരണം ഒരു പണി പൂർത്തിയാക്കാത്ത ഉഴപ്പ് കൊണ്ടൊരു വീട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങളും കുറച്ച് പണി പൂർത്തിയാക്കായ്മ എവിടെയോ ഫീൽ ചെയ്തത്. അത് ഈ കൊച്ചു പ്രദീപ് ഭായിയുടെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളത് ഇടയ്ക്ക് വെച്ച് എനിക്ക് ജാമ്യം എടുക്കുന്ന പോലെ എന്തോ ഫീൽ ചെയ്തു. കാരണം ഇടയ്ക്ക് ലാഗ് അടിക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് തമാശയുടെ ചെറിയ കുറവുണ്ടായിരിക്കും, തെറ്റുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം സൂര്യശ്രീ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു കൗണ്ടർ. അതൊരു ഗംഭീര കൗണ്ടർ തന്നെയായിരുന്നു കേട്ടോ. കുറേ നേരം ഞാൻ ചിരിച്ചു ആ സംഭവം ഓർത്ത്. കുറേ നേരം ചിരിച്ചു. എൻ്റെ അടുത്ത് പ്രസാദിന് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നല്ല ചിരി വന്ന ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി ഓക്കെയാണ്. എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കൺസ്ട്രക്ഷൻ ഓക്കെ ആയിരുന്നു. എനിവേ ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആരാണ് ആദ്യം എമൗണ്ട് തരുന്നത്? പ്രസാദേട്ടാ. ഞാനൊരു 8000-ൽ തുടങ്ങി. 8000 രൂപ. മണിക്കൂട്ടാ? ഞാനൊരു 7000 രൂപ നൽകി. അപ്പോൾ 15000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക ബാക്കി അയച്ചോ? ബാക്കി താണ്ട. ടോട്ടൽ എമൗണ്ട് 30000 രൂപ. അടുത്ത പ്രാവശ്യം ഉഷാർ റൈറ്റുമായിട്ട് വരണം. ഓക്കെ അത് വേട്ടാ? ഓക്കെ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. ശരി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. എല്ലാരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് വിശ്വസിക്കുന്നു. ഉഷാറാക്കിയില്ലേ? ഉഷാറാക്കി. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവൻ, ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.